അതെ, ഞങ്ങൾ സോക്സ് വാങ്ങിച്ചൊരു കഥയാണ് എന്ന് പറയുന്നത്. അപ്പം കിൻഡർ ഗാർഡൻ എന്ന് പറഞ്ഞു ഓരോരുത്തർക്കും സോക്സ് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം സംഭവം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തില്ല ഈ സോക്സ് എന്തിനാന്നുള്ളത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവരുടെ ക്രിസ്മസിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ടായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവരുടെ സൈസ് 2 കൂട്ടം സോക്സൊക്കെ കണ്ടുപിടിച്ച്, അതും സെയിം കളറും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അപ്പം അതേപോലെയൊക്കെ ഉള്ളത് അതും സൈസൊക്കെ നോക്കി പല കടകളിലും കയറി കണ്ടുപിടിച്ച് വാങ്ങി വെച്ചു. അങ്ങനെ കിൻഡർ ഗാർഡനിൽ ചെന്നപ്പോഴാണ് സംഭവം കത്തിയത്. ഇങ്ങനത്തെ സോക്സാണ് വേണ്ടത് കേട്ടോ. ഇത് യൂറോപ്യൻ കൺട്രീസിലൊരു ട്രഡീഷൻ്റെ ഭാഗമാണ് കേട്ടോ. ഡിസംബർ 5-ാം തീയതി അവരുടെ ഷൂ ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് നമ്മൾ പുറത്ത് വെക്കണം എന്നാണ്. വീടിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിക്കോളാസ് വന്നിട്ട് അവർക്ക് ചോക്ലേറ്റ്സ് അതുപോലെ ഇതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ട് തരും കേട്ടോ, ഇവിടുത്തെ ഒരു ഐതിഹ്യം. അപ്പോൾ അതുപോലെയാണ് അതിന് പകരമായിട്ട് അവർ നമ്മളെടുത്ത് ഇതുപോലുള്ള വലിയ സോക്സ് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞതാണ്. ഈ വലിയ തരം സോക്സിനെ സ്റ്റോക്കിംഗ് എന്നാണ് പറയുന്നത്. പക്ഷേ ഡോഷിൽ എഴുതിയ സമയത്ത് സോക്കൻ എന്ന് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നോർമൽ സോക്സിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ എഴുതിയേക്കണത്. അപ്പോൾ എന്നെപ്പോലെ സെയിൻറ്റ് നിക്കോളാസ് ആരാന്ന് അറിയാത്തവർക്ക് ഒരു കുഞ്ഞു കഥ പറഞ്ഞുതരാവേ. കരുണയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സെയിൻറ്റ് നിക്കോളാസ് ഒരു വിശുദ്ധനാണ്. അങ്ങനെ ഒരിക്കൽ അമ്മയില്ലാത്ത ഒരു 3 പെൺപിള്ളേർ അവരെ പോറ്റി വളർത്തുന്ന അവരുടെ അച്ഛനാണ്. പക്ഷെ അവരൊരുപാട് അധ്വാനിച്ചിട്ടും അവർക്ക് ദാരിദ്ര്യം തന്നെയായിരുന്നു. അങ്ങനെ വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് അവർ അവരുടെ ജനാലക്കരികിൽ അവരുടെ സോക്സുകൾ കഴുകി വിരിച്ചിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവർ സോക്സ് നോക്കിയ സമയത്ത് അവരുടെ എല്ലാ സോക്സിലും കുറേ സ്വർണ്ണ നാണയങ്ങൾ അടങ്ങിയിട്ടുള്ള പെട്ടികൾ കണ്ടു. ആ പെട്ടികൾ കൊണ്ടിട്ടത് സെയിൻറ്റ് നിക്കോളാസാണ്. അവർ അറിയാതെ തന്നെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ വിശുദ്ധൻ്റെ പ്രത്യേകത.